സംസ്ഥാനത്തെ പോലീസ് അതിക്രമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. നിയമസഭയിൽ നിന്നും PS വിനയ ചേരുകയാണ്. വിനയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് പോലീസ് അതിക്രമങ്ങളുടെ വാർത്ത. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരികയുണ്ടായി. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ പറയുകയുണ്ടായിരുന്നു, മാധ്യമങ്ങൾ ഈ വിഷയം വളരെയധികം ചർച്ച ചെയ്തതാണ്, അപ്പോൾ നമുക്കും ചർച്ച ചെയ്യാം. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് പോലീസ് അതിക്രമം പ്രതിപക്ഷം വലിയൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. എന്നാൽ അതൊരു അടിയന്തര പ്രമേയമല്ല, വിശദമായ ചർച്ച തന്നെ അതിനകത്ത് ആകാമെന്നുള്ളൊരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. 12 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. 2 മണിക്കൂറാണ് ചർച്ചയുടെ സമയം. അതിനുശേഷം വിശദമായി തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്യും. ഈ വിഷയത്തിൽ, അതായത് പോലീസ് അതിക്രമ വിഷയത്തിൽ ഒരു ചർച്ചയാകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഭരണപക്ഷം പോയതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പോലീസിനെ ദുരുപയോഗം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദന മുറകൾ സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു ആരോപണം കൃത്യമായി LDF-നുണ്ട്, അല്ലെങ്കിൽ CPM-നുണ്ട്. പിണറായി വിജയൻ തന്നെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിന്റെ വലിയ ഇരയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിലൊരു വിശദമായ ചർച്ച തന്നെയാവാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു അടിയന്തര പ്രമേയമായിട്ടാണ് അത് എടുക്കുന്നത് എങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആൾക്ക് അല്പനേരം സംസാരിക്കും. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും സമയം കൊടുക്കും. പിന്നീട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു, മറുപടി പറഞ്ഞു കഴിഞ്ഞു, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ അപ്പുറത്ത് മാറിക്കൊണ്ട് അതിലൊരു വിശദമായ ചർച്ചയാകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഭരണപക്ഷം പോയി. സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലത്ത് നടന്നിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ, പോലീസ് അതിക്രമങ്ങളെല്ലാം തന്നെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് ഉന്നയിച്ചു കൊണ്ടുവന്ന വിഷയത്തിൽ അവരെ തന്നെ രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതേസമയം ഈ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനമേറ്റു, അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിന് പിന്നാലെ പീച്ചിയിൽ ഇത്തരത്തിലുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമം, അതൊരു ഹോട്ടൽ ഉടമയ്ക്കും മകനും മർദ്ദനമേറ്റതിന്റെ എല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് പോലീസ് രാജിനെതിരെ ഉള്ള ഒരു നടപടി ഉണ്ടാക്കണമെന്നുള്ളൊരു ആവശ്യത്തിൽ ഊന്നിയായിരിക്കും പ്രതിപക്ഷം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുക. ശരി, വ്യക്തമാണ്. എന്തായാലും ഈ പോലീസ് അതിക്രമം സർക്കാരിനെതിരെ വളരെ വലിയൊരു ആയുധമായി ഉപയോഗിക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെ മുൻകാലങ്ങളിലെ ഈ പോലീസ് അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും 12 മണി മുതൽ 2 മണിക്കൂറാണ് ഈ ചർച്ച നടക്കുന്നത്. ഒരു വിശദമായ ചർച്ച തന്നെ നടത്താമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. നിയമസഭയിൽ നിന്നും PS വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്.